കുമ്പള സർവീസ് സഹകരണ ബാങ്കിന്റെ പെർവാട് ശാഖയിൽ കവർച്ചാശ്രമം. ശനിയാഴ്ച രാത്രി വാച്ച്മാൻ മുറിയിൽ ഉറങ്ങിക്കിടക്കവേ ഇലക്ട്രിക് കട്ടർ ഉപയോഗിച്ച് ജനൽ കമ്പികൾ അറുത്തുമാറ്റിയാണ് കൊള്ളസംഘം അകത്ത് കടന്നത്. This news sponsored by ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. പെർവാട് ദേശീയപാതയോരത്തെ ഇരുനില കെട്ടിടത്തിന്റെ താഴത്തെ നിലയിലാണ് ബാങ്ക് പ്രവർത്തിക്കുന്നത്. ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് കെട്ടിടത്തിന്റെ സൈഡിലുള്ള ജനലിന്റെ കമ്പികൾ മുറിച്ചുമാറ്റി സംഘം അകത്ത് കടക്കുകയായിരുന്നു. സ്ഥലത്ത് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ ഗ്യാസ് കട്ടർ മറ്റെവിടെ നിന്നെങ്കിലും മോഷ്ടിച്ചതാണോ എന്നും സംശയിക്കുന്നു. ബാങ്കിലെ തന്നെ വൈദ്യുതി ഉപയോഗിച്ചാണ് ഗ്യാസ് കട്ടർ പ്രവർത്തിപ്പിച്ചത്. മാത്രമല്ല ബാങ്കിനകത്തും പുറത്തുമെല്ലാം മുളകുപൊടിയും വിതറിയിട്ടുണ്ട്. മണം പിടിക്കുന്നതിൽ നിന്നും പോലീസ് നായയെ പിന്തിരിപ്പിക്കാനാണ് ഇതെന്ന് കരുതുന്നു. തൊട്ടടുത്തുള്ള മുറിയിൽ വാച്ച്മാൻ ഉറങ്ങിക്കിടക്കുന്നതിനിടയിലാണ് ഈ സംഭവങ്ങളെല്ലാം നടന്നത്. വിവരം ലഭിച്ചയുടൻ കുമ്പള പോലീസ് സ്ഥലത്തെത്തി പ്രാഥമിക പരിശോധനകൾ നടത്തി. അധികം വൈകാതെ സ്ഥിതിഗതികൾ നേരിട്ട് വിലയിരുത്താനായി കാസർഗോഡ് DYSP CK സുനിൽകുമാർ എത്തി. വിശദമായ പരിശോധനയിലൂടെ മാത്രമേ എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നറിയാനാകൂ എന്ന് ബാങ്ക് അധികാരികളും പോലീസും വ്യക്തമാക്കി. തെളിവ് ശേഖരണത്തിന്റെ ഭാഗമായി വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി. പുറത്തിറങ്ങിയ ശേഷം കമ്പികൾ മുറിച്ചുമാറ്റിയ ജനൽ ഭാഗം ഫ്ലക്സ് ബോർഡ് കൊണ്ട് മറച്ചുവെച്ചാണ് കവർച്ചാ സംഘം സ്ഥലം വിട്ടത്. കുമ്പള CI KP വിനോദ് കുമാർ, SI മാരായ K ശ്രീജേഷ്, BK വിജയൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് കേസിൽ അന്വേഷണം നടത്തുന്നത്. ബാങ്കിൽ കള്ളന്മാർ കയറിയതറിഞ്ഞ് പല ഭാഗത്തു നിന്നും നിരവധി ആളുകളും സ്ഥലത്ത് വന്നു ചേർന്നു. ന്യൂസ് ബ്യൂറോ, ഉപ്പള.